ശ്രീധരേട്ടൻ്റെ പുട്ടുകടയിൽ നിന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ പോകുന്നത് ഫറൂഖിലേക്കാണ്. ഫറൂഖിൽ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ വീടുണ്ട്. അപ്പോൾ അവിടെയാണ് ഞങ്ങളുടെ വണ്ടി ഉള്ളത്. അപ്പോൾ വണ്ടി എടുക്കാനാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇത് ഇവർ ഇപ്പോൾ പുതിയതായിട്ട് പണിതിട്ടുള്ള വീടാണ്. അപ്പോൾ വീടിൻ്റെ ഉള്ളൊക്കെ ഞങ്ങൾ നോക്കുകയാണ്. അങ്ങനെ പാലുകാച്ചലൊക്കെ കഴിഞ്ഞു കേട്ടോ. പക്ഷെ പാലുകാച്ചൽ അവരങ്ങനെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഒരു ഫങ്ഷൻ ഒഫീഷ്യലി വേറെ കഴിക്കുന്നതാണ്. ഇത് ഉണ്ടാക്കാനൊന്നും ഞങ്ങക്ക് പാലിയാച്ചലിന്റെ വൈകുന്നേരം ബുധനെത്തിയേ. അപ്പൊ ഇതിലങ്ങോട്ട് വെച്ചില്ല. അതിപ്പോ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ബാംഗ്ലൂർ ഒരുമിച്ചാണ് പോയത്. അപ്പോൾ ബാംഗ്ലൂർ പോയ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനത്തെ സ്റ്റൂള് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ആ ബുദ്ധനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ സ്റ്റൂളിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് കേട്ടോ ചിരിച്ചത്. പിന്നെ ഞങ്ങളതാ അവിടുന്ന് വീടൊക്കെ ഇങ്ങനെ നോക്കി, അതായത് ബെഡ്റൂമും അതുപോലെ മുകളിൽ പോയി അവിടുത്തെ ബെഡ്റൂംസും കാര്യങ്ങളൊക്കെ കണ്ടു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കുമ്പോൾ കുറേ ഉണ്ട് എടുക്കാനായിട്ട്. പിന്നെ നമ്മളിതൊരു ഷോർട്ട് വീഡിയോ ഇടാനായതുകൊണ്ട് അധികം എടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം പെട്ടെന്ന് എടുത്തതാണ് കേട്ടോ കുറച്ച് വീഡിയോസ്. പിന്നെ നല്ല രസമുള്ള വീടാണ്, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല സ്പേസ് ഉണ്ട് എല്ലായിടത്തും. അതുപോലെ നല്ലൊരു വീട് കേട്ടോ. കിച്ചൺ ആയാലും ഓരോ ഏരിയയും നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എന്തൊക്കെയോ കുറേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് തോന്നുന്നു. ഗാർഡനും അതുപോലെ വേറെ ഉള്ളിലും എന്തൊക്കെയോ സെറ്റ് ചെയ്യാനുണ്ട്. അതൊക്കെ അവരിനിപ്പോൾ ഫങ്ഷൻ നടത്തുന്നതിന് മുൻപായിട്ട് ചെയ്യുള്ളൂ. ഇപ്പം ജസ്റ്റ് കയറി താമസിച്ചു എന്നേ ഉള്ളൂ. അപ്പം അങ്ങനെയൊക്കെയാണ്. ദയവ് ചെയ്ത് ഈ മുഖം മാത്രം എടുക്കല്ലേ. ഫുഡ് കഴിച്ച പാടെ ഇറങ്ങിയതാന്ന് പറഞ്ഞിട്ട് ചായ എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞതാണ് കേട്ടോ. പക്ഷെ മോനിഷേച്ചി ചായ എടുത്തിട്ട് ഞങ്ങൾക്ക് കുടിക്കാൻ പറഞ്ഞിട്ട് തന്നു. അതുകൊണ്ട് പിന്നെ ചായ കുടിക്കാതെ പറ്റില്ലല്ലോ, അങ്ങനെ ചായയൊക്കെ കുടിച്ചു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങളുടെ വണ്ടിയൊക്കെ എടുത്ത് ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ കാലിക്കറ്റ് ടൗണിലെത്തിയപ്പോൾ വേഗം തന്നെ വണ്ടി സർവീസിന് കൊടുക്കാനായിട്ട് പോയിട്ടോ. വണ്ടി വേഗം സർവീസിന് കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേഗം വണ്ടി സർവീസ് സെൻറ്ററിൽ കയറ്റിയിട്ടോ. അപ്പോൾ അവിടെ നിന്ന് നേരെ ഞങ്ങളൊരു ഓട്ടോ പിടിച്ചിട്ടാണ് പിന്നെ പോയത്. അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. എന്താണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്, എന്തൊക്കെ തമാശ പറയുകയാണ്. അങ്ങനെ പ്രബീൻ്റെ ഓഫീസിൽ ഇറങ്ങി ഞാൻ നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോയത്. ചാനലൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബായ്.